ഈ അൻവറിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം എന്ത് സൂചന നൽകുന്നു? ഇതിനകത്ത് അൻവറിന്റെ പ്രതികരണങ്ങളോട് ഉള്ള ഒരു റിയാക്ഷൻ നൽകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. പക്ഷെ ഏറ്റവും ഒടുവിൽ അൻവർ അവസാനിപ്പിച്ച ഒന്നുണ്ട്. അൻവർ പിന്തുണച്ചാലും UDF സ്ഥാനാർത്ഥി നിലമ്പൂരിൽ പരാജയപ്പെടാൻ വേണ്ടി പോവുകയാണെന്നുള്ളത്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടം മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാം ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് അവരുടെ വളരെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് അവർ തീരുമാനം ഉണ്ടാക്കുന്ന നിലയിലേക്കുള്ള ഇടപെടൽ നടത്തിക്കോട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് വളരെ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി നിലമ്പൂരിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ബൂത്ത് തലത്തിൽ വളരെ ചിട്ടയോടുകൂടി അവസാനത്തെ വോട്ടറെയും കണ്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പിക്കേണ്ടുന്നതിൻ്റെ അനിവാര്യത അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. അൻവർ പറഞ്ഞത് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി വരുന്ന ഘട്ടത്തിൽ കേരളം സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും 99 സീറ്റിലേക്ക് എത്തും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. ഇത്രയും അനുകൂലമായ സാഹചര്യം ഉണ്ടായപ്പോഴും മുന്നണി വിജയം എന്നേ പറയാൻ കഴിയുന്നുള്ളൂ. സ്ഥാനാർത്ഥി ഇല്ലാതെ മുന്നണിക്ക് വിജയിക്കാൻ കഴിയില്ല എന്നതാണ് മറുചേരിയിൽ നിന്നുള്ള ചോദ്യം. ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു ഇപ്പോൾ ദിവസങ്ങളായി. ഞങ്ങളെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ ഘടകങ്ങളുണ്ട്. അതിനകത്തുള്ള എല്ലാ നിലയ്ക്കുള്ള ചർച്ചകളും പരിശോധനകളും പൂർത്തീകരിച്ചതിന് ശേഷം അവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യരായ അവിടെ വിജയം, ഏറ്റവും കരുത്തുറ്റ വിജയം ഉറപ്പിക്കാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ ഞങ്ങൾ അവതരിപ്പിക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി സ്വതന്ത്രനിലേക്ക് പോകുന്നു എന്നാണ് ഡോക്ടർ ഷിനാസ് ബാബു. അതേപ്പറ്റിയുള്ള കെ മുരളീധരന്റെ പരിഹാസം നിറഞ്ഞ പ്രതികരണം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. തൃക്കാക്കരയിലും ഇതുപോലെ മിടുക്കനായ ഒരു ഡോക്ടറെ വഴിയാധാരമാക്കി ഇപ്പോൾ അടുത്ത ഡോക്ടറെ തിരയുകയാണ്, അയാളെയും വഴിയാധാരമാക്കും. അതുകൊണ്ട് IMAയോടുള്ള അഭ്യർത്ഥന, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒരു നിവേദനം പാസ്സാക്കണം. CPM ഇങ്ങനെ നല്ല രീതിയിൽ പോകുന്ന ഡോക്ടർമാരെ അനാഥരാക്കരുത് എന്ന്. അൻവർ തുണച്ചാൽ പോലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ പുണ്യം കിട്ടാനാണോ അൻവറിനെ ക്ഷണിക്കുന്നത്? UDF പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥി മോശമാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഞങ്ങളുടെ കൂട്ടത്തിലില്ലാത്ത, UDFന്റെ ഭാഗമല്ലാത്ത ഒരു പാർട്ടിയുടെ നേതാവിനെ പിന്നെ ഞങ്ങൾ എന്തിനു സ്വീകരിക്കണം? അതിനൊരു സാമാന്യ മര്യാദയുണ്ടല്ലോ. ഈ സാമാന്യ ബുദ്ധി മനുഷ്യർക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. അൻവർ എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ നിലമ്പൂരത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ UDFന് വേണ്ടിയിട്ടോ പ്രത്യേക ഒരു സേവനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടല്ലല്ലോ രാജിവെച്ചത്. അൻവർ രാജിവെച്ചത് കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരെ UDFും പ്രതിപക്ഷവും നിരന്തരം പറയുന്ന കാര്യങ്ങൾ ആ പക്ഷത്തിരുന്നു കൊണ്ട് കടന്നൽ രാജയായിട്ട് അവകാശപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പരിച തീർത്ത അൻവർ പുറത്തു വന്നപ്പോൾ, ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയം അൻവർ പറഞ്ഞപ്പോൾ അൻവറെ കൂട്ടാൻ ഞങ്ങൾക്ക് ഒരു പരാതിയും ഇല്ല. ഇനി ഞാൻ ഡയലോഗ് പറഞ്ഞ നീ കരഞ്ഞു.